നമസ്കാരം, എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. 2013 സോളാർ വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്ന സമയം. കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും തലസ്ഥാന നഗരത്തും അതോടൊപ്പം ബാക്കിയുള്ള ജില്ലകളിലും എല്ലായിടത്തും സോളാറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉപരോധ സമരങ്ങളും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന കാലം. ആയിടയ്ക്കാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ വെച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമാപന സമ്മേളനം. കായികമേളയുടെ സമാപന സമ്മേളനത്തിനായി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ശക്തമായ ആക്രമണമാണ് അന്നുണ്ടായത്, ഉപരോധ സമരത്തിൻ്റെ ഭാഗമായി. അന്ന് വന്നു വീണ കല്ലിൽ ഉമ്മൻചാണ്ടി സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനത്തിൻ്റെ ചില്ലുകൾ തകർത്ത് ആ കല്ല് കാറിനുള്ളിലേക്ക് വീണു. അതിൽ ഉമ്മൻചാണ്ടിക്ക് പരിക്കേറ്റു. നെറ്റിപൊട്ടി ചോരയൊഴുകി. ആ ഒഴുകിയ ചോരയുമായി ഉമ്മൻചാണ്ടി അടുത്ത ആശുപത്രിയിൽ പോയി. അതോടൊപ്പം അന്ന് കേസുമെടുത്തു, വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനും. ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നിരിക്കുന്നു. 113 പേർ പ്രതികളായതിൽ 3 പേർ മാത്രം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതും വെറും 2 വർഷം തടവിന് മാത്രം. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയെ പോലും ആക്രമിച്ച 113 പ്രതികളിൽ 100 പേർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാണ് കേരളത്തിലെ നിയമവ്യവസ്ഥ. തെരുവോരങ്ങളിൽ അടികൊള്ളാൻ വിധിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും, അടികൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും. ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് AKG സെൻറ്ററിലുണ്ട്. ഇതാണ് അവസ്ഥ. അടികൊള്ളുന്നവരും അടി കൊടുക്കുന്നവരും ഒന്നായി മാറുന്ന അവസ്ഥ. ഇവിടുത്തെ നിയമവ്യവസ്ഥ പലപ്പോഴും പൊതുജനത്തിന് നേരെ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തെ നോക്കി മാത്രം ഓരോ വിധിയും പ്രസ്താവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനോടൊപ്പം ചർച്ച ചെയ്യാനുള്ളത് എഡിറ്റർ കൂടിയായ അശ്വതിയാണ്. എന്ത് പറയുന്നു അശ്വതി? ഇന്നത്തെ വിധിയെ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക? 2013 ഒക്ടോബർ 27-നാണ് സംഭവം നടക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. ശ്രീനാഥ് ആദ്യം സൂചിപ്പിച്ചതുപോലെ 113 പേർ, അതിൽ അന്ന് ഏറ്റവും ചർച്ചാ വിഷയമായിരുന്നത് 2 MLA-മാർ ഇതിൽ കുറ്റക്കാരാണ്, സി കൃഷ്ണനും അതുപോലെ തന്നെ KK നാരായണനും. പക്ഷേ ഇന്ന് അവർക്ക് ആശ്വസിക്കാവുന്ന വിധിയാണ്. ഈ 113 പേരിൽ 110 പേരും കേസിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. 3 പേരാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 2 പേര് CPM പുറത്താക്കിയ ആളുകളാണ്. അതിൽ ഒരു തലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി മാത്രമാണ് ഇപ്പോൾ ഇന്ന് വന്ന 3 പേരിൽ ഒരാളായി അവശേഷിക്കുന്നത്. അപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ, അന്ന് ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ച വധശ്രമത്തിനും ഗൂഢാലോചനയ്ക്കും എല്ലാം കേസെടുത്തു. പക്ഷേ അതൊന്നും തെളിയിക്കാൻ മറുപക്ഷത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം. അതിൽ ഇപ്പോൾ നാം അറിയുകയാണെന്നുണ്ടെങ്കിൽ COT നസീർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് താൻ ഇതിനകത്ത് പ്രതിയല്ല എന്ന് പറയുകയും. പക്ഷെ ഇന്നിപ്പോൾ ശിക്ഷ വരുമ്പോൾ അതിലൊരാൾ COT നസീർ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് കേസ് ഉണ്ടായിരുന്നത് ഒരാൾ ബിജു കണ്ടക്കയായിരുന്നു. അതുപോലെ തന്നെ 2 AKG സെൻട്രൽ അദ്ദേഹം കുറെ കാലം സെക്രട്ടറി ആയി തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് സോളാർ അന്ന് കത്തിപ്പടർന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് സോളാർ ചാണ്ടിയെ കൊല്ലുക എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ സമരം. അന്ന് എനിക്ക് തോന്നുന്നു KC ജോസഫിനും T സിദ്ദീഖിനും എല്ലാം ആ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. ഉമ്മൻചാണ്ടി നാഷണൽ മാധ്യമങ്ങളൊക്കെ അന്ന് വളരെയധികം പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം ആ ചോര ഉള്ള നെറ്റിയുമായാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുക പോലും ചെയ്തത്. ആ പരിപാടി അദ്ദേഹം മാറ്റിവെക്കുക പോലും ചെയ്തില്ല. അത്തരത്തിലൊരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഏതോ ഹോസ്പിറ്റലിൽ പോയി പേരിന് അത് ഒത്തിരി പ്രവർത്തകരുടെ എല്ലാം നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അദ്ദേഹം അത് മാത്രം ചെയ്തു എന്നാണ് അന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് എല്ലാവർക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പക്ഷെ ഇപ്പോഴുള്ള നിലവിലുള്ള സർക്കാർ പ്രതിഷേധത്തെ ഭയക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഉമ്മൻചാണ്ടി അന്ന് സോളാർ വിഷയത്തിൽ കുറ്റാരോപിതൻ മാത്രമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, കുറ്റാരോപിതൻ.
അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, ഒരു കോടതിയും അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉള്ളത്, അദ്ദേഹം കുറ്റാരോപിതനായി നിൽക്കുന്ന അദ്ദേഹത്തെയാണ് അന്ന് ആക്രമിച്ച് വേട്ടയാടപ്പെട്ടത്. പക്ഷെ അതിൽ നിന്നും അദ്ദേഹം കുറ്റവിമുക്തനായി പുറത്തു വന്നു എന്ന് കോടതി കണ്ടെത്തിയതിനും വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വിധി ഇന്ന് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, നമുക്ക് ഇന്നത്തെ ഒരു സാമൂഹിക അവസ്ഥയും രാഷ്ട്രീയ അവസ്ഥയും ഇന്നത്തെ സർക്കാരിന്റെ അവസ്ഥയും തമ്മിൽ രണ്ടിനെയും തമ്മിൽ നമുക്കൊന്ന് തുലനം ചെയ്ത് നോക്കണം. അതായത് ഈ 2013 ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ച ഒരു ദുരവസ്ഥ, ഒരു കൂട്ടം അക്രമികൾ അല്ലെങ്കിൽ CPM പ്രവർത്തകർ അവർ വളഞ്ഞിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ആക്രമിക്കുന്നു, ഒരു മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു. പോലീസ് വ്യൂഹം വളരെ നോക്കുകുത്തിയായി പോയോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതേസമയം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയും കുറ്റാരോപിതനാണ്. കറുപ്പിന് പോലും കേരളത്തിൽ വിലക്കേർപ്പെടുത്തുന്ന തരത്തിലേക്ക് 5 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നത്. അപ്പോ ഇത്രയേറെ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇത്രയേറെ ഒരു പട്ടാളക്കാർക്ക് ഒപ്പം, ഭടന്മാർക്കൊപ്പമാണ് ഇന്നത്തെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടുക മാത്രമാണ് ചെയ്തത്. അവർ കല്ലെറിയാനോ കുന്തം വലിച്ചെറിയാനോ ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല. പന്തം കൊളുത്തി എറിയാനോ ഒന്നും ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ അല്ലെങ്കിൽ സാധാരണ ജനം ഉൾപ്പെടെ ഉമ്മൻചാണ്ടി ഒരു ജനകീയ മുഖ്യമന്ത്രി പരിവേഷം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്. അതെ. അപ്പോൾ അതേസമയം ഉമ്മൻചാണ്ടിയെ അന്ന് ആക്രമിച്ചപ്പോൾ ഇടതുപക്ഷത്തുള്ള 113 പേർക്ക്, CPM-ൽ മെമ്പർമാർ അംഗങ്ങളായിട്ടുള്ള 113 പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തത്. ഒന്ന് ആലോചിക്കുക. നമ്മളെ പലപ്പോഴും സാമാജികരായിരുന്ന ആളുകൾ കൂടിയാണ്. ഈ സംഭവങ്ങൾ രണ്ടിനെയും നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് കൂടി വന്നാൽ എവിടെയെങ്കിലും നിന്ന് ഒരാൾ കറുത്ത തുണി പൊക്കി കാണിക്കുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. കരിങ്കൊടി കാട്ടുക എന്ന് പറയുന്നൊരു സംഭവം മാത്രമാണ്. അവർക്കെതിരെ കരുതൽ തടങ്കൽ വരെ പ്രഖ്യാപിച്ച ഒരു സർക്കാരായി ഇപ്പോഴത്തെ സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, നമ്മളുണ്ടല്ലോ ശ്രീനാഥ്, ഇതിപ്പോ നമ്മൾ സംസ്ഥാനത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ കേന്ദ്രത്തിൽ കൂടെ നോക്കൂ. ഇന്നിപ്പോ രാവിലെ നമുക്ക് കണ്ടു, ഇന്ന് കറുത്ത പ്രതിഷേധ ദിനം ആചരിക്കുകയായിരുന്നു, കരിദിനം ആചരിക്കുകയായിരുന്നു പാർലമെന്റില്. തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ MP-മാർ ഇന്ന് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ വൈകിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതുപോലെ തന്നെ ഇന്നിപ്പോ മിനിഞ്ഞാന്ന് അയോഗ്യനാക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതി ഒഴിയണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി 2 എണ്ണം ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതിനകത്ത് തീരുമാനമാകുന്നതിന് മുൻപ് പോലുമാണ് തിടുക്കപ്പെട്ട നടപടികളിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അസഹിഷ്ണുത എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഭരിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ കൂടുതൽ അസഹിഷ്ണുരാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എപ്പോഴും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാരുകൾ പല ചോദ്യങ്ങളെയും ഭയപ്പെടുന്നു. ചേങ്കോട്ടുകോണത്തെ യുവതിയെക്കുറിച്ച് അല്ലെ പെൺകുട്ടിയെ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനിയായി മാറി. അതിനെ തുടർന്ന് സഭ അതിതീവ്രമായ ഒരു അവസ്ഥയിലേക്ക് പോയി. അതുമാത്രമല്ല, പ്രതിപക്ഷത്തെ വാഴപ്പിണ്ടി നട്ടലുള്ളവരെന്ന് മുഹമ്മദ് റിയാസ് വിശേഷിപ്പിക്കുന്നു. അതിനെ തുടർന്ന് വെറും വാചക കസരത്ത് മാത്രമായി സഭയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇതൊക്കെയാണ് ഒരു സഭയിൽ ഉന്നയിച്ച വളരെ വികാരഭരിതമായും അല്ലെങ്കിൽ അത് നമ്മളിലെ പലരിലും സ്പർശിക്കുന്ന ഒരു വാക്കുകളാണ് KK സഭയിൽ പറഞ്ഞത്. പക്ഷെ അതിന് പോലും മറുപടി പറയാൻ ഭരണപക്ഷം തയ്യാറാവുന്നില്ല. ഇത് തന്നെയല്ലേ പിന്നെ കേന്ദ്രത്തിൽ സംഭവിക്കുന്നത്. കേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കുറേയധികം ചോദ്യങ്ങൾ കേന്ദ്രത്തിൽ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു രാഹുൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രാഹുൽ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ LIC അതുപോലെ തന്നെ PF ഫണ്ട് ഉൾപ്പെടെയുള്ളവ അദാനിയിലേക്ക് എത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ പണമല്ലേ, അതെങ്ങനെ അദാനിയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് രാഹുൽ തുറന്നടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തിനാണ് അദാനിയെ പോലുള്ളവരെ ഭയക്കുന്നതെന്ന് പ്രധാനമന്ത്രിയോട് ചോദിച്ചിരിക്കുന്നു. അപ്പോ ഈ ട്വീറ്റ് ഒക്കെ ഇവരെ ഒത്തിരി അസഹിഷ്ണുതരാക്കുന്നുണ്ട് എന്നാണ് തുടർന്നുള്ള നടപടികൾ. സർക്കാരുകൾ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സർക്കാരുകൾ പൊതുവെ പ്രതിപക്ഷം ദുർബലമാവുമ്പോഴാണ് സർക്കാരുകളുടെ ചില നയങ്ങൾ വരുന്നത്. സർക്കാർ പലപ്പോഴും ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥ നോക്കി കഴിഞ്ഞാൽ പ്രതിപക്ഷം മുൻപത്തേതുപോലെയൊന്നും അല്ല. VS അച്യുതാനന്ദന്റെ കാലത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന 2013 ഉമ്മൻചാണ്ടി അറ്റാക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ വൈപുല്യമോ ശക്തിയോ ഒരു ശക്തി പ്രകടനങ്ങളോ ഒന്നും നമ്മൾ തിരുവോരങ്ങളിൽ കാണുന്നില്ല. കൂടി വന്ന കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭാ മന്ദിരത്തിന്റെ മുന്നിൽ പോയി തല്ലുകൊള്ളുന്നു പോകുന്നു, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കുറച്ച് പേർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ തോതിലൊരു സംഘർഷം നടത്തുകയും ഒരു ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇവിടെ CPM ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയിരുന്നത് എന്താണ്? സെക്രട്ടേറിയറ്റ് വളഞ്ഞ സമരം
നമുക്ക് ആർക്കും കേരളം ഉപരോധ സമരമായിരുന്നു. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് ഉപരോധ സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. തിരുവനന്തപുരം മുതൽ തെക്കേ അറ്റം വരെ ഒഴുകി വരുന്ന ഒരു അവസ്ഥയാണ്. അതായിരുന്നു അത്. പിന്നെ ഒരുപാട് ആൾക്കാർ, നിരവധി പ്രവർത്തകർ, ഏകദേശം 1 ലക്ഷത്തിലധികം പാർട്ടി പ്രവർത്തകരാണ് അന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവനന്തപുരം നഗരം ചലിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു ഉപരോധ സമരത്തിനുണ്ടായിരുന്നത്. പക്ഷെ ആ സമരം പൊളിഞ്ഞതിന്റെ പിന്നിലും കഥകളുണ്ട്. ആ സമരം പൊളിയുകയായിരുന്നു ചെയ്തത്. തിരിച്ചുപോയ ഇവിടുന്ന് ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും തിരിച്ച് വണ്ടി കയറുമ്പോൾ അവരുടെ മനസ്സിൽ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനോടുള്ള അമർഷത്തോടു കൂടിയാണ് അവർ മടങ്ങിയത്. അവർ ഇവിടെ എത്തിയത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അധികാര കസേരയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവർ വലിയൊരു വില കൊടുക്കേണ്ടി അല്ല. ആ സമയത്ത് വളരെയധികം ശ്രദ്ധയാകർഷിച്ച മറ്റൊന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്തത്. എത്രയോ മണിക്കൂറുകളാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നുള്ളത്. വളരെ സഹിഷ്ണുതയോടുകൂടിയിട്ട് ആ ചോദ്യം മാധ്യമങ്ങളെയും അദ്ദേഹം വളരെ മധുരമായി നേരിട്ടു. മാധ്യമങ്ങളോട് മാറി നിൽക്കുന്നോ കടക്ക് പുറത്തുനിന്നോ എന്ന് പറഞ്ഞായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനും പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം എല്ലാ മാധ്യമ പ്രവർത്തകരെയും വളരെ സംയമനത്തോടെ, എല്ലാ ജനങ്ങളെയും വളരെ സംയമനത്തോടെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് കണ്ടിട്ടുള്ളത്. അത് നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ജനോപകാരപ്രദമായ നടപടികളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പൊതുജന മധ്യത്തിൽ എത്തിക്കൊണ്ട് അദ്ദേഹം പല പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് പരാതികൾ വാങ്ങുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാ ജില്ലകളിലും പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് പോയി പരാതി മേടിക്കുന്ന ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത്, ആ ജനസമ്പർക്ക പരിപാടി അന്ന് വരെ ഒരു ആരും കാണാത്ത ഒരാൾ പോലും. അതിനു മുമ്പ് ഇ.കെ. നായർ ചെയ്തിട്ടുണ്ട്. ഇ.കെ. നായർ ടെലിഫോണിലൂടെ ചില ചാനലുകൾക്ക് വേണ്ടിയിട്ട് ഇ.കെ. നായർ ടെലിഫോണിലൂടെ പരാതി സ്വീകരിക്കുകയും അതിന് കൃത്യമായ മറുപടി പറയുകയും എത്ര ബഹുമാനത്തോടു കൂടി പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് വിരോധികൾ പോലും ഇന്ന് വളരെ സഹിഷ്ണുതയോടുകൂടി അല്ലെങ്കിൽ വളരെ രസകരമായി ചിരിച്ചുകൊണ്ട് കേൾക്കുന്ന ഒന്നായി മാറിയ ഇ.കെ. നായനാരുടെ അന്നത്തെ ആ ടെലിഫോൺ സംഭാഷണങ്ങൾ. അന്ന് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളൊന്നും ഇത്ര അദ്ദേഹത്തിന്റെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും വളരെ വൈറൽ. ഓഡിയോ ക്ലിപ്പ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീഡിയോ അന്ന് ഒരു സ്വകാര്യ ചാനലിൽ ആണ് അദ്ദേഹം ഈ ഒരു പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. അന്ന് ടെലിഫോൺ വിളിക്കാം, ഫോൺ വിളിച്ചിട്ട് വളരെ രസകരമായി അതിന് മറുപടി പറയുന്നു. ആകാശവാണിയിലെ ഒരു ടെലിഫോൺ മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ അദ്ദേഹം പറയുന്ന സ്വന്തം വീട്ടിലെ ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു പരിചയക്കാരനോട് എടോ എന്ന് വിളിച്ച് സംസാരിക്കുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രി ഡൗൺ ടു എർത്ത് വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്തു പോകുന്നത്. അതെ, അതാണ്. അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി ആവട്ടെ, ഉമ്മൻചാണ്ടിയും ഇതുപോലെ തന്നെ ജനസമ്പർക്ക പരിപാടി ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടതും ഏറ്റവും ഒരു ദേശീയ പുരസ്കാരം പോലും ലഭിക്കുന്ന തരത്തിൽ, ദേശീയ അന്തർദേശീയ പുരസ്കാരം വരെ പിന്നെ ജനസമ്പർക്ക പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ലളിതമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പരിപാടി, അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ കയ്യിൽ നിന്ന് പരാതികൾ വാങ്ങാനും ഒക്കെ ആയിട്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്ന ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായി മാറാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. ഈ സമയത്താണ് ഇത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് അന്ന് സോളാർ എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സരിത എസ് നായർ എന്ന് പറയുന്ന യുവതി എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ഇതിനെ തുടർന്ന് ഇവിടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഭയങ്കരമായ ഒരു സമരത്തിന് തുടക്കമിടുന്നത്. അന്ന് PC ജോർജ് എന്ന് പറയുന്ന നേതാവ് അന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പൊതുജന മധ്യത്തിൽ വന്നിരുന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഇന്ന് നമ്മൾക്ക് അറപ്പുണ്ടാവുന്ന ഭാഷയിലാണ് അയാൾ സംസാരിച്ചത്. എന്നിട്ടും സംയമം കൈവിടാതെയാണ് ഉമ്മൻചാണ്ടി എത്രയോ തവണ ഒരു അന്വേഷണത്തിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മാധ്യമപ്രവർത്തകർ പലരും ഇദ്ദേഹത്തിന്റെ എന്തോ CDO എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നൈ വരെ കോയമ്പത്തൂർ ചെന്നൈ വരെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം ഒക്കെ കേരളത്തിൽ ഉണ്ടായപ്പോ ഇന്ന് ഈ പറയുന്ന സർക്കാരുകളെ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം ചെയ്യാൽ ചവിട്ടി ഒടിക്കുക, കൈ ചവിട്ടി ഒടിക്കുക, ഉപദ്രവിക്കുക. സ്പീക്കറുടെ ഓഫീസ് ഉപരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ചവിട്ടി ഒടിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, കയ്യേറ്റം ചെയ്യുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കേന്ദ്രത്തിലാകട്ടെ, കേന്ദ്രത്തിൽ ആ സമയത്താണ് നമ്മൾ മറ്റേ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ എന്തായാലും ഇത് ഓർക്കുമ്പോൾ അത് നമുക്ക് പിന്നെ തീർച്ചയായിട്ടും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ബജറ്റ് അവതരണത്തിന് എന്തൊക്കെയാ കാണിച്ചത്? കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വി ശിവൻകുട്ടിയുടെയും EP ജയരാജന്റെയും സഭയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള വിശദമായ ക്ലാസ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് ചിരിയാണ്. അത് വൈറൽ ട്രോളുകളാണത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ സഭയിൽ കാണിച്ചു കൂട്ടിയ, സഭയുടെ നടുത്തളത്തിൽ മാത്രമല്ല മേശമേൽ നിന്ന് നൃത്തം ചെയ്ത ആൾക്കാർ ഇന്ന് മന്ത്രിയാണ്. MLA ആയിട്ടിരുന്ന ആൾ ഇന്ന് മന്ത്രിയാണ്. ഇദ്ദേഹം ഒരാൾ LDFന്റെ കൺവീനറാണ്. ഇവരും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പോലും KK രമയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടതുമായി ബന്ധപ്പെട്ട് അവരെ
സൈബർ ആക്രമണം നടത്തി അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അവർ കൊടുത്ത ചുട്ട മറുപടി കേരളം വളരെയധികം കൗതുകത്തോടു കൂടിയിട്ടാണ് ആ മറുപടി കേട്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ തന്നെയല്ലേ ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒടിവില്ലാത്ത കൈക്ക് എന്തിനാണ് പ്ലാസ്റ്റർ ഇട്ടത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി കൃത്യമായി ആരോഗ്യമന്ത്രി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ആരോഗ്യമന്ത്രിയെ കുറിച്ച് നമുക്കിപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രസകരമായ അനുഭവങ്ങളിലേക്ക് പോകും. അല്ല, അപ്പൊ നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. അതെ, അങ്ങനെ ആ രീതിയിൽ പലപ്പോഴും സർക്കാരുകൾ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. ഇന്ന് തന്നെ നമ്മൾ നോക്കിയാൽ കാണാം, ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഇതിനു മുൻപും ശക്തമായി പല ജനകീയ കാര്യങ്ങളിലും ഷാഫി പറമ്പിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടുകാർക്ക് ഷാഫി പറമ്പിലിനോട് ഇഷ്ടം. ഷാഫി പറമ്പിൽ വിവാഹം കഴിച്ചത് പോലും ആ രീതിയിൽ ജനകീയത ഉൾക്കൊണ്ടിട്ടാണ് ഷാഫി പറമ്പിലിന്റെ കല്യാണം പോലും നടന്നത്. ഇപ്പോൾ ആർഭാടം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി അതിന് മാതൃകയാവുന്ന രീതിയിലാണ് ഷാഫി പറമ്പിലിന്റെ വിവാഹം പോലും നടന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ജനകീയനായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. അതുപോലെ നിയമസഭയിൽ അദ്ദേഹം പെരുമാറുന്ന രീതി നമുക്കറിയാം. നിയമസഭയിൽ പലപ്പോഴും ഭരണപക്ഷത്തിന് നേരെ, സർക്കാരിന് നേരെ ഉയർത്തുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പോലും നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് രസം. അതാണ് ഷാഫി പറമ്പിൽ ഒരു ജനകീയ നേതാവായി മാറുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു, അവിടെ ഒരാൾ കോട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ മുണ്ടെടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം. മുണ്ടെടുത്ത മോദി എന്നാണ് പിണറായി വിജയനെ വിളിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും സെയിം ഒരു കാറ്റഗറി വരുന്നതാണ്. അതായത് ഇത് നോക്കി നമ്മൾ മനസ്സിലാവും, രണ്ടിടത്തും ഭരണം തുടർഭരണമാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ ബി.ജെ.പിക്ക് തുടർഭരണം കേന്ദ്രത്തിൽ കിട്ടി, ഇവിടെ കേരളത്തിൽ തുടർഭരണം വീണ്ടും കിട്ടിയിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് തുടർഭരണം നടക്കുമ്പോഴും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ, ഈ പറയുന്ന പോലെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്ത ഒരു സമൂഹത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ രണ്ട് സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് പണ്ടെങ്ങോ നടന്ന 2019 നടന്ന ഒരു കേസിൽ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞ ഒരു പരാമർശം, മോദി എന്നുള്ളൊരു മോദി എന്ന് പറയുന്ന ഒരു വാക്ക് വലിയ പ്രകമ്പനം സൃഷ്ടിക്കുകയാണ്. അന്ന് ഈ പറയുന്ന പോലെ ഏതെങ്കിലും വിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് എങ്കിൽ കൂടി, അതെ, അതൊരു ചെറിയ ഒരു 1-2 വാർത്തകളിൽ മാത്രം, ചെറിയൊരു വാർത്തയിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു കാര്യത്തെ ഒരു കേസിലൂടെ ഖുഷ്ബുവിന്റെ വിഷയത്തിലും അത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെയിം ടൈമിൽ ഖുഷ്ബുവും അത്തരത്തിലൊരു ഫേസ്ബുക്കിലും അവരുടെ ട്വീറ്റിലും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവർക്കെതിരെ ഇന്ന് കേസില്ല? അവർ ബി.ജെ.പിയിലേക്ക് വന്നുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല. ഇവിടെ സംഭവിക്കുന്നത്, ഇദ്ദേഹത്തിന് 3 വർഷത്തേക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ അത്രയും അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം പോലും ഇല്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നിരുപാധികം ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റി നിർത്താം, വരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താം. ഭയക്കുന്നുണ്ട് സർക്കാരുകൾ, പലപ്പോഴും പലരെയും ഭയക്കുന്നുണ്ട്. ആ ഭയമാണ് രാഹുൽ ഗാന്ധിയോട് കാട്ടിയിരിക്കുന്നത്. കാര്യം രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ജോഡോ യാത്ര ബി.ജെ.പിയുടെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാനുള്ള സാധ്യത ഇതിനകത്ത് കാണാം. രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് അങ്ങ് കശ്മീർ വരെ നടത്തിയ ആ ഭാരത് ജോഡോ യാത്ര ഫലം കണ്ടു. ഈ ഒരു നടപടിയിലൂടെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും രാഹുൽ ഗാന്ധി ജനനേതാവായി. കാരണം കോടതി വിധിയാണിത്, 2019 കേസാണ്. എങ്ങനെയാണ് ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വരുന്നത്? അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികാര നടപടിയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. കോടതി വിധിയാണ്, ശരിയാണ്. പക്ഷേ ഈ മോദി എന്ന് പറയുന്ന ഒരാൾ, അതായത് ലളിത് മോദി എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമുക്കറിയാം, ഇവരൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ലൂട്ടിങ്ങിന്റെ ആൾക്കാരാണ്. അപ്പം ഈ രീതിയിൽ ജനങ്ങളെ പിഴിയുന്നവരുടെ എല്ലാം പേരിനൊപ്പം മോദി എന്ന് വരുന്നു എന്ന് മാത്രമാണെന്ന് പരാമർശിച്ചത്. അപ്പം ഇതിനെ ഒരു ജാതീയ പരാമർശമാണ്, അതൊരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ പരാമർശിച്ചു എന്നുള്ള പേരിലാണ് കേസ് പോയിരിക്കുന്നത്. ഈ കേസിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ ശിക്ഷ വിധിച്ചു. ഇതിനകത്ത് ഇതിനെ രാഷ്ട്രീയമായി തന്നെ കാണേണ്ട കാര്യമാണ്. അല്ലാതെ ഇതിനെ ഒരു കോടതി വിധിയുടെ ഇൻസ്റ്റൻസിൽ മാത്രം നിന്നുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിനെ ഒരു രാഷ്ട്രീയമായ ഒരു വൈരാഗ്യം തീർക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അന്ന് ഹർജി കോടതിയിലെത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, നിരവധി കേസുകൾ ഏകദേശം 100-ലധികം കേസുകളാണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോഴും പല കോടതികളിൽ നിലനിൽക്കുന്നത്. ആദ്യം ഇദ്ദേഹത്തെ എന്താ പറയാ, ഗോഡ്സെ RSSകാരനാണ്, ഗാന്ധിജിയുടെ കൊലപാതകത്തിന് പിന്നിലുള്ളത് RSSന്റെ കൈകളാണ് എന്ന് പറഞ്ഞ സമയം മുതൽ തന്നെയുള്ള കേസുകൾ ഇവിടെ ഇപ്പോഴും നിലവിലുണ്ട്, അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുക, പ്രതിപക്ഷത്ത് ആര് ശക്തിയായിട്ട് ഉയർന്നു വരുന്നുണ്ടോ അവരെ ഉന്മൂലനം ചെയ്യുക. ഇരുസഭകളും ഈ അദാനി വിഷയത്തിൽ, അതുപോലെ തന്നെ ലണ്ടനിൽ പോയി സംസാരിച്ച വിഷയത്തിലൊക്കെ മാപ്പ് പറയണം, എങ്കിൽ മാത്രമേ
ഇനി സഭ മുന്നോട്ടുള്ളൂ എന്നൊരു തീരുമാനത്തിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം വന്നു വീഴുന്നത്. അതെ, പ്രതിപക്ഷത്തിന്റെ മൈക്ക് വരെ ഓഫ് ചെയ്യുന്ന, രാഹുൽ ഗാന്ധിയുടെ മൈക്ക് വരെ ഓഫ് ചെയ്യുന്ന സിറ്റുവേഷൻ ലോക്സഭയിൽ നമ്മൾ കാണേണ്ടി വന്നു, പാർലമെന്റിൽ കാണേണ്ടി വന്നതാണ്. സഭാ ടി വി പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല, സംപ്രേഷണം ചെയ്യുന്നില്ല. അപ്പം ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭരണപക്ഷത്തിരിക്കുന്നവർക്കെല്ലാം എന്തുമാകാം എന്നുള്ള നിലപാടിലേക്കാണ് ഇന്നത്തെ രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറയാം. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണല്ലോ കേരളത്തിലെ രാഷ്ട്രീയം. അത് തുടർഭരണം കിട്ടിയ അഹങ്കാരം തന്നെയാണ്. തുടർഭരണം കിട്ടുമ്പോൾ നമ്മളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നൊരു തോന്നൽ വരും. ഇവിടെ രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ ഒരുപക്ഷെ ഇത്രയൊന്നും ഇവിടെ സംഭവിക്കില്ല, ഇത്ര പോലും ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു. കാര്യം രമേശ് ചെന്നിത്തല അന്ന് വന്ന് പറഞ്ഞതെല്ലാം ജനങ്ങൾ കേട്ടുമടുത്തു. കാര്യം അന്ന് വളരെ ഫലപ്രദമായ ഒരു സർക്കാർ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് 2018 പ്രളയം ഉണ്ടാകുന്നത്. അതിനുശേഷം 2 വർഷത്തിന് ശേഷം കോവിഡ് വന്നു. അപ്പൊ ഇതിനെല്ലാം ഫലപ്രദമായി സർക്കാർ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അന്ന് സർക്കാരിന് കഴിഞ്ഞിരുന്നു. പക്ഷെ അതിനെല്ലാം വെട്ടുന്ന തരത്തിലാണ് ആ ഭരണം അവസാനിക്കാനായ സമയത്തുണ്ടായ ഒരു സ്വർണ്ണക്കടത്ത് വിവാദമൊക്കെ വരുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതേ ഉള്ളൂ. തുടർഭരണം കിട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്തവരായി ഇവർ മാറിക്കൊണ്ടിരിക്കും, ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം അന്ന് രമേശ് ചെന്നിത്തല ഈ സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു. അവസാനവട്ട ഓടിയതൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന രമേശ് ചെന്നിത്തല തന്നെ ഇവിടുന്ന് ജയരാജനെതിരെ ഇവിടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, മെഴ്സിക്കുട്ടിക്ക് എതിരെ ഇവിടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു CRPF ക്യാമ്പിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശവുമായി, അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇനി അതിനുശേഷമാണ് ഈ നമ്മുടെ ശൈലജ ടീച്ചർക്കെതിരെ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വിവാദങ്ങളൊന്നും ശരിക്കും അന്ന് നനഞ്ഞ പടക്കം പോലെ അതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി. അതിൻ്റെ ഇടയ്ക്ക് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ, ഇപ്പൊ പ്രളയം ഉണ്ടായ സമയത്ത് 2018 പ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് സർക്കാർ കൊണ്ടുവരുന്നു. അതിലൂടെ ശരിക്കും കേരളം റീബിൽഡ് ചെയ്യപ്പെട്ടു. നമ്മൾ അതിനുശേഷം ഒരു 2019 ലൈഫ് മിഷനിൽ തകരുന്നതാണ് പിന്നീട് കാണുന്നത്. 2019 നമ്മൾ ഈ ഏറ്റവും കൂടുതൽ പിന്നെ പ്രളയം ആക്രമിക്കപ്പെട്ട ചെങ്ങന്നൂർ അതുപോലുള്ള പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ്. പലയിടത്തും റോഡുകളെല്ലാം പഴയ സ്ഥിതിയിലായി, കടകളും അതുപോലെ ഇലക്ട്രിസിറ്റി അതുപോലെ എല്ലാ കാര്യങ്ങളും, പാലങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരെയായി. അതൊക്കെ നമ്മൾ കണ്ടു. റീബിൽഡ് കേരള എന്ന രൂപത്തിൽ കൊണ്ടുവന്നു. അന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഒരുപാട് കൊണ്ടുവന്നു. കിഫ്ബി ആയിട്ട് ചേർന്നിട്ടാണെങ്കിൽ പോലും സ്കൂളുകളെല്ലാം ആധുനികവൽക്കരിച്ചു. ആ രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചപ്പോൾ കുറേ അധികം നല്ല നല്ല കാര്യങ്ങൾ, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ വാർദ്ധക്യകാല പെൻഷൻ കൊണ്ടുവന്നു. അതെ, കിറ്റ് കൊടുത്തു. പ്രളയവുമായി ബന്ധപ്പെട്ട് കിറ്റ് കൊടുത്തു. കോവിഡ് വന്നപ്പോൾ കിറ്റ് കൊടുത്തു. അതിനു മുൻപ് തന്നെ ഈ നമുക്കറിയാം പെൻഷന്റെ കാര്യത്തിൽ തീരുമാനമായി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ മുടങ്ങി കിടക്കുകയായിരുന്നു. ആ കോടിക്കണക്കിന് രൂപ പെൻഡിങ് കിടന്നതിനെല്ലാം ആ കുടിശ്ശികയെല്ലാം കൂടെ തീർത്തിട്ട് പെൻഷന് അനുവദിച്ചു കൊടുത്തു. ഇതെല്ലാം അന്നത്തെ സർക്കാർ ചെയ്തിരുന്നു. ആ സർക്കാർ ചെയ്ത് ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ജനങ്ങൾ രണ്ടാമത് അവരെ വീണ്ടും അധികാരത്തിലേറ്റിയത്. അല്ലാതെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി, അജയ്യമായ ഒരു ശക്തിയായി വളർത്തിക്കൊണ്ട് വരാനൊന്നുമല്ല ഒരു സർക്കാരിന് തുടർഭരണം കൊടുക്കുന്നത്. അവരിതുവരെ അനുഭവിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യുക, തുടർന്നും അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ആരായിരുന്നാലും ഒരു ജനം ഇതിനു വേണ്ടി തയ്യാറാവുന്നത്. ഇതിനെല്ലാം മാറ്റി നിർത്തുന്നതായിരുന്നല്ലോ പിന്നീടുണ്ടായ അനുഭവങ്ങൾ. നമുക്കറിയാം, 2020 നമ്മൾ വീടടച്ച് അകത്തിരുന്ന സമയത്താണ് ഇവിടെ തിരുവനന്തപുരം എയർപോർട്ട് വഴി എയർ പിന്നെ ട്രാഫിക് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അത് കോവിഡാണ്. 2020 കോവിഡ് വന്നു. കോവിഡ് വന്ന് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അപ്പൊ ഈ മാസങ്ങളിലെല്ലാം നമ്മളെല്ലാവരും വീടിനുള്ളിൽ ജോലി പോലും ഇല്ലാതെ നമ്മൾ കുത്തിയിരിക്കുന്ന സമയമാണ്. ജോലിയില്ല, വരുമാനമില്ല, വീട്ടിലുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു ജൂലൈ 6-നോ 7-നോ മറ്റിയാണ് സ്വപ്നയെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വീടിനുള്ളിൽ അടച്ചിരിക്കുകയാണ്, ജോലിയോ കൂലിയോ ഒന്നും ഇല്ലാതിരിക്കുകയാണ്. ഈ സമയത്താണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി എത്രയോ 100 കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വർണം കടക്കുന്നത്. അത് നയതന്ത്ര ചാനൽ വഴി. അപ്പൊ ഇത് ഉണ്ടാക്കിയൊരു ഷോക്ക് മലയാളിക്ക് അതിഭീകരമാണ്. അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ അതിനുശേഷം പിന്നെ തുടർന്ന് ഇങ്ങോട്ട് ഇപ്പോ ഈ സന്തോഷ് എത്രയോ അഴിമതി കേസുകളാണ് ഒരുപാട് അഴിമതി കേസുകൾ. അന്ന് തന്നെ കസ്റ്റംസ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടായിരുന്നു എന്ന് കസ്റ്റംസ് ആ സമയത്ത് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവര് ഇത് നയതന്ത്ര പാക്കേജ് നമ്മൾ വിട്ടിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും രണ്ടാമത് കിട്ടിയ ഭരണത്തിൽ CPM-നെ കൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ കൊണ്ട് അല്ലെങ്കിൽ പിണറായിയെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് വാസ്തവം തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നോളും എന്നുള്ളതിൻ്റെ അങ്ങനെയുള്ളൊരു അഹന്തയ്ക്ക് തിരിച്ചടി കിട്ടിയത് തൃക്കാക്കരയാണ്.
തൃക്കാക്കര നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? തൃക്കാക്കര നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി അവിടെ പിന്നെ CPM-നെ നന്നായി സെഞ്ചുറി തേക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തെ തൃക്കാക്കരയിൽ അടിച്ചിരുത്തുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം എവിടെ തുടർഭരണമുണ്ടോ അവിടെ എല്ലാം ഈ രീതിയിൽ അഹമ്മതി കാണിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയ നേതാവിനെ അറ്റാക്ക് ചെയ്തിട്ടും ജനം അത് കണ്ടുകൊണ്ട് നിന്നിട്ടും ഇതിനെല്ലാം ഒരു 103 പേരെ മാത്രം ശിക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ, കാരണം അന്ന് നമ്മൾ 113 പേരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന പേരുകൾ ഒന്ന് പിന്നെ 2 നിയമസഭാ സാമാജികരുടെയും അതുപോലെ തന്നെ ബിജു കണ്ടക്കി ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് അന്ന് എല്ലാവരും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇതുമായി ഒരു ബന്ധം പോലും ഇല്ലാത്ത 3 പേരാണ് ഇന്ന് പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അവരെയൊക്കെ സേഫ് സോണിലേക്ക് നിർത്തി കഴിഞ്ഞു. അതിൽ അറ്റാക്ക് ചെയ്തു എന്ന് ഉറപ്പുള്ള പലരെയും ഇന്ന് പല പല സ്ഥാനങ്ങൾ കൊടുത്ത് മാറ്റി നിർത്തി. ഇത് നേരത്തെ നമുക്ക് മനസ്സിലാക്കാം. ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ CPM എന്ന് പറയുന്ന പാർട്ടി പലപ്പോഴും അതപ്പതിച്ചിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് അതിനു മുമ്പ് തന്നെ ആദ്യം കയറിയ സമയത്ത് തന്നെ EP ജയരാജൻ എന്ന് പറയുന്ന ഒരാൾക്ക് ആദ്യത്തെ കാലത്ത് മാറി നിൽക്കേണ്ടി വന്നത്. KT ജലീലിനെ പോലൊരു മന്ത്രിക്ക് പിന്നീട് വീണ്ടും ആ ഒരു MLA ആയെങ്കിൽ പോലും വീണ്ടും ആ ഒരു പദവിയിലേക്ക് KT ജലീലിന് വരാൻ കഴിയാതെ പോയതിൻ്റെ കാരണവും ഈ പറയുന്ന സ്വജനപക്ഷപാതത്തിൻ്റെ പരമായിട്ട് നടത്തിയ നിയമനങ്ങൾ തന്നെയാണ്. അപ്പം പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഒരു തോന്നൽ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല അക്രമ സംഭവങ്ങളിലേക്ക് ഇവർ എടുത്തു ചാടുന്നത്. ഈ DYFI നടത്തിക്കൊണ്ടിരുന്ന അക്രമ സമരങ്ങളെക്കുറിച്ച് നമ്മൾ പറയാതെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന സമരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്ര തവണ മുഖ്യമന്ത്രിയുടെ വണ്ടിക്കേരെ കല്ലെറിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അന്ന് കാലത്ത് DYFI പ്രവർത്തകർ ആണ് പിന്നെ CPM പ്രവർത്തകരാണ് അന്ന് ഉമ്മൻചാണ്ടിയെ എറിഞ്ഞ് പൊട്ടിച്ചത്. അത് നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിന്നതാണ്. അപ്പം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ കാണുന്നതിൻ്റെ ഒരു ഭാഗമായി മാത്രമേ നമ്മൾ ഇതിനെയൊക്കെ കാണാൻ പറ്റൂ. ജനം കാണുന്നതിനെ പലപ്പോഴും തടയുകയാണ്. ജനങ്ങളുടെ കണ്ണു മൂടിക്കെട്ടാനൊന്നും പറ്റത്തില്ല. അത് വേറൊരു കാര്യം. ഇനിയിപ്പം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ നമ്മളിവിടെ ഒരു നാണയത്തിന്റെ ഇരുപുറവും എന്ന രീതിയിലെ കാണാൻ പറ്റൂ. കറുപ്പിനെ വെറുത്തവരാണ് നമ്മുടെ കേരളത്തിലെ അതൊരു ഒരു കോയിൻസിഡൻസ് ആണ്. രണ്ടും അറ്റ് എ ടൈമാണ് നടക്കുന്നത്. കേന്ദ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കറുപ്പിനെ വെറുത്ത കുറച്ച് ആൾക്കാർ നേരെ അവിടെ ചെന്ന് കറുപ്പണിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഒരു ഓക്വേർഡ് ആയിട്ടൊരു ഫീൽ ഉണ്ടാകുന്നു. അതായത് CPM പ്രവർത്തകർ മൊത്തം കറുപ്പിനോട് എതിർപ്പുണ്ടായിരുന്നു. കാര്യം കറുപ്പ് മുഖ്യമന്ത്രി പറഞ്ഞ് കറുപ്പ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണ വീട്ടിൽ പോലും കറുത്ത തുണി കെട്ടാത്തൊരവസ്ഥയായി മാറി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അവിടെ ഇത് നടക്കുന്നു. അവിടെ രാജ്ചൗക്കിൽ അവരെ നിരുപാധിക ഉപദ്രവിക്കാൻ പോവുകയാണ്. ഇതിനു മുൻപും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാരെ അടക്കം വന്ന് അടിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പ്രതിഷേധം നടത്തിയപ്പോൾ അന്ന് അവർക്ക് അടികൊണ്ടിട്ടുണ്ട്. CA ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ തല്ലുകൊണ്ടിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക്. അന്ന് പോലീസിൻ്റെ ധാർഷ്ട്യം എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ ഭരണപക്ഷം ഈ പറയുന്ന പ്രതിപക്ഷത്തെ പ്രതികരിക്കുന്നവരെ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ ഇവർക്കെതിരെ ശക്തമായ നടപടികളാണ് വേണ്ടത്. ഇനിയിപ്പം ഇവർക്കെതിരെ ഉണ്ടാകുന്ന ഓരോ കേസുകളിലും ഈ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന ഓരോ അക്രമ സംഭവങ്ങളിലും നിശ്ചിതമായ വിമർശനങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ നിശ്ചിതമായ ശിക്ഷകൾ ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. 2013 ഒക്ടോബർ 27 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ ഉണ്ടായിരുന്ന അക്രമം ദേശീയ മാധ്യമങ്ങളിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. അന്നത്തെ അവരുടെ ഡിബേറ്റ് തന്നെ കേരള മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ അക്രമം എന്നുള്ളതായിരുന്നു. അന്ന് ഈ അക്രമത്തിന്റെ എല്ലാം ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സരിത നായരുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വപ്ന സുരേഷിന്റെ ഇന്നത്തെ വെളിപ്പെടുത്തലുകൾ എത്രത്തിലുള്ളൊരു പ്രത്യാഘാതം ഉണ്ടാക്കണം എന്ന് വേറൊരു കാര്യം കൂടിയുണ്ട് അതിനകത്ത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് CPM-ന്റെ പ്രവർത്തകരാണ് കല്ലെറിഞ്ഞതെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അന്ന് കണ്ണൂരിൽ നടന്ന ആ പരിപാടിയിൽ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ അത്ലറ്റിക് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടകനായിട്ട് എത്തിയതാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോകുന്നു, കല്ലേറുണ്ടായി എന്നുള്ള വാസ്തവം. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ തന്നെ പച്ചയ്ക്ക് ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന് ചുറ്റും നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു. CPM പ്രവർത്തകർ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു നടപടിയായിരുന്നു. പക്ഷേ അതിനെല്ലാം പിന്നീട് വന്ന കുറെ കഥകളുണ്ട്.
പിന്നീട് വന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം സ്വയമേവ പ്രവർത്തകരെ കൊണ്ട് അറ്റാക്ക് ചെയ്യിച്ചതാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് അന്ന് ഈ പാർട്ടി സ്പ്ലിറ്റുകളാണല്ലോ. ഒന്നാമത്തെ പ്രശ്നം, ഈ കോൺഗ്രസ് പലപ്പോഴും ഈ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ തമ്മിൽ ചേരാത്തതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള അറ്റാക്ക് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അന്ന് വന്ന ഒരു പ്രധാന CPM ഉൾപ്പെടെ അന്ന് ന്യായീകരണ തൊഴിലാളികളായി മാറിയിട്ടുള്ള CPMകാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഉമ്മൻചാണ്ടി തന്നെ വരുത്തി വെച്ചതാണ്. അതിനവർ പലതരത്തിലുള്ള ചിത്രങ്ങളും പ്രദർശിപ്പിക്കുകയുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ ചില്ല് പൊട്ടി 2 ചില്ലുകൾ പൊട്ടിയിരുന്നു. അപ്പോൾ ഒരിടത്തുനിന്ന് പൊട്ടിയിട്ട് മറ്റേ അത്ര പവറിലാണോ എറിഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു. ഇതിപ്പോ കല്ല് വരെ കോടതി ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ എറിഞ്ഞു. അത് പരിക്കേറ്റ പോലീസുകാരനെയും അന്ന് SP ആയിരുന്ന സുകുമാരൻ എന്നാണെന്ന് തോന്നുന്നത്, അദ്ദേഹത്തെ വരെ ചോദ്യം ചെയ്തിരുന്നു. അപ്പൊ ചോദ്യം ചെയ്തപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആക്രമണം അവിടെ നടന്നിട്ടുണ്ട്, അതിശക്തിയായ രീതിയിൽ കല്ല് വന്ന് വീണിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇനോവ കാറാണ്. ആ ഇനോവയുടെ ഗ്ലാസുകൾ ഇത്രയ്ക്ക് ചെറുതാണ്, ദൂരെ നിന്ന് ഇത്രയോ ഡിസ്റ്റൻസിൽ നിന്ന് ഒരാൾ കല്ല് വലിച്ചെറിയുമ്പോൾ അത്രയും മീറ്റർ ദൂരത്തിൽ നിന്നൊരു കല്ല് വലിച്ചെറിയുമ്പോൾ ആ കല്ല് വന്ന് കൊണ്ടിട്ട് ഈ ഗ്ലാസ് പൊട്ടി. വിഷ്വല് കണ്ടപ്പോ അതിനകത്ത് അത്ര വലിയ ഡിസ്റ്റൻസിലല്ല ആളുകളെല്ലാം കൂടി നിൽക്കുന്നത്. അദ്ദേഹം ജനമധ്യത്തിലൂടെ തന്നെ കടന്നു പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ആ പരിപാടിയുടെ പരിസര പ്രദേശത്ത് എവിടെയോ വെച്ചിട്ടാണ് ഇത്രയും ഏറ് നടന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു വാദം, അതിനോടൊപ്പം ചേർന്ന് നിന്നവരെല്ലാം കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരാണ്. കോൺഗ്രസ് പ്രവർത്തകരാണ് ചുറ്റും കൂടി നിന്നത്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെ ഒരു മറ്റൊരാൾക്ക്, ഉമ്മൻചാണ്ടിയുടെ ശത്രു എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ നിന്നൊരു കല്ലെടുത്ത് എറിയാനുള്ള ഒരു സ്പേസ് ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ആ സമയത്ത് നിരന്തരം മാധ്യമങ്ങളിലുണ്ടായിരുന്നു. പിന്നെ തിരുവഞ്ചൂരിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അന്ന് തിരുവഞ്ചൂരിന്റെ പേരൊക്കെ ഒരുപാട് ഉയർന്നു കേട്ടിരുന്നല്ലോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അന്ന് ഈ പറയുന്ന പോലെ ശാലു മേനോനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ, ജോപ്പനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവഞ്ചൂരിന്റെ ഇടപെടൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങളും തിരുവഞ്ചൂരിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ തന്നെയല്ല, പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്നുള്ളതാണ്. അന്ന് പോലീസ് വേണ്ട രീതിയിൽ ഉമ്മൻചാണ്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നൊരു ആരോപണവും ആ സമയത്ത് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അത് ശക്തമായ ഒരു ആരോപണം തന്നെയായിരുന്നു. പലർക്കും നമുക്ക് അങ്ങനെ തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു അന്നത്തെ സുരക്ഷാ സന്നാഹം എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതും വിശേഷിച്ച് പോലീസ് കായികമേളയ്ക്ക് പങ്കെടുക്കാൻ എത്തുന്ന ഒരു സമയത്ത്. അതുകൊണ്ട് പോലീസ് അത് തന്നെയാണ് പറഞ്ഞത്. തിരുവഞ്ചൂർ അന്ന് എനിക്ക് തോന്നുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായിരുന്നു. അപ്പം അതെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തിരുവഞ്ചൂർ കരുതിക്കൂട്ടി പോലീസുകാരെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരികയും അവിടെ വെച്ചിട്ട് ആക്രമിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും പിന്നീട് നടന്ന അന്വേഷണങ്ങളും കോടതി പരിശോധിച്ച അല്ലെ പ്രോസിക്യൂഷന്റെ വാദവും പ്രകാരം ഈ പറയുന്ന പിടിയിലായവരെല്ലാം തന്നെ അന്ന് CPM പ്രവർത്തകർ തന്നെയായിരുന്നു. അത് കരുതിക്കൂട്ടി അവരെ അറസ്റ്റ് ചെയ്തതായിരുന്നു എന്നൊരു തരത്തിലുള്ള ആരോപണവും ഇവർ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോ ഇത്രയും കാലത്തിന് ശേഷം 3 പേര് ഇന്ന് ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കുന്ന സമയത്ത് അവർ 3 പേരും CPM അനുഭാവികളായിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ CPM ഇല്ലായി കൂടിയും ആ സമയത്ത് അവർ CPM അനുഭാവികളായി. അത് എല്ലാ കാലവും CPM പുലർത്തുന്ന ഒരു തന്ത്രമാണ്. അത് നമ്മളൊന്ന് എടുത്ത് CPMന്റെ ആ ഒരു രീതി എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ മതി. CPM പലപ്പോഴും എന്തെങ്കിലും ഒരു അക്രമ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതൊരു വിവാദത്തിലേക്ക് എത്തുമ്പോൾ അത് പെട്ടെന്ന് CPMകാർ തന്നെ പറയും, ഞങ്ങളുടെ പാർട്ടിക്കാരല്ല, ഞങ്ങൾ എന്നെ പുറത്താക്കി കഴിഞ്ഞു. ഇത് നേരത്തെ CPMമാർ ഏറ്റവും അവസാനം നമ്മൾ മറ്റേ കരുനാഗപ്പള്ളിയിലെ ലഹരിയുമായി ബന്ധപ്പെട്ട ഇത് തന്നെ കണ്ടതാണ്. അപ്പം ഷാനവാസ് തിരിച്ചു വരും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അയാൾക്കെതിരെ നടപടി ഉണ്ടാവുന്നു. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ അങ്ങനെ CPMകാരനാണ്. പക്ഷെ അയാൾ ആ കുറ്റം ചെയ്യുന്ന സമയത്ത് CPMകാരനാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ കുറ്റം ചെയ്തതിന് ശേഷം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോണ്ടേ അയാൾ CPMകാരനൊന്നല്ല എന്ന് പറയുന്ന ഒരു രീതി പണ്ട് മുതൽ തന്നെ CPM അവലംബിച്ചു വരുന്ന എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ ചിന്തിക്കുക വളരെ സെൻസിറ്റീവായിട്ട്, പൊളിറ്റിക്കലി ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും, നമ്മൾ തിരുവനന്തപുരത്ത് ഉപരോധ സമരം നടക്കുന്ന സമയത്ത് വന്നതും മുഴുവൻ വടക്കും എന്നുള്ള ആൾക്കാരാണ്. ഇവിടുന്ന് ട്രെയിൻ നിറയെ ആളുകളാണ് വടക്കോട്ടേക്ക് ഈ ഉപരോധ സമരത്തിന് ശേഷം യാത്ര ചെയ്തത്. അപ്പോൾ തന്നെ അത്രയും പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിൽ മുഖ്യമന്ത്രി ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ വന്ന് ചാടുമ്പോൾ തീർച്ചയായിട്ടും അറ്റാക്ക് ഉണ്ടാവും. ആ അറ്റാക്ക് പിന്നെ CPM പ്രവർത്തകർ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അല്ല അവിടെ കോൺഗ്രസ്സുകാർക്ക് അത്ര ശക്തിയൊന്നുമില്ല. അവിടെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ അവിടെ K. സുധാകരനെ പോലൊരു നേതാവ് വിചാരിക്കണം അവിടെ ഉമ്മൻചാണ്ടി അറ്റാക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ K. സുധാകരൻ അങ്ങനെ ഒരു വിചാരം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തുതന്നെ ആയിരുന്നാലും ഈ കോടതി വിധി ഒരുപക്ഷെ വരുംകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു മാതൃകയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആക്രമിക്കാം, രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായുള്ള ഏറ്റുമുട്ടലുകളാണ് ആവശ്യം. അല്ലാതെ ശാരീരികമായി കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു
നേതാവിനെ തന്നെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ തന്നെ ആക്രമിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയം മാറുമ്പോഴാണ് പലപ്പോഴും അത് പൊതുജനത്തിന് പോലും വെല്ലുവിളിയായി മാറുന്നത്. അത് ഇതിലോ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയും ഭരണാധികാരികളെയും ആക്രമിക്കാം, ഒരു രാഷ്ട്രീയത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാർഷ്ട്യത്തിനേറ്റ കടുത്ത ചോദ്യമാണ് ഇന്നുണ്ടായ കോടതി വിധി. എഡിറ്റേഴ്സ് കോളം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.